അപ്പോൾ നമ്മൾ മണിപ്പൂരിൽ നിന്ന് നാഗാലാൻഡിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഇപ്പോൾ ദിമാപൂരാണുള്ളത്. ഞാനിപ്പോൾ നേരത്തെ സ്റ്റേ ചെയ്ത ആ ഒരു സെയിം പള്ളി തന്നെ കേട്ടോ. അപ്പോൾ നമ്മൾ മ്യാൻമറിൽ പോകാൻ വേണ്ടിയിട്ടാണ് മണിപ്പൂർ പോയത്. പക്ഷേ നമ്മുടെ പ്ലാനിങ് എല്ലാം പടലം ഇല്ലാണ്ടായി പോയി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇതിപ്പോൾ യാത്രയിൽ സംഭവിക്കുന്ന കാര്യമല്ലേ. ഏകദേശം എനിക്ക് തോന്നുന്നു 450 കിലോമീറ്റർ നമ്മൾ വെറുതെ യാത്ര ചെയ്ത പോലെ പോയി. ഞാൻ പോയത് ഷെയർ ടാക്സിയിലുമാണ്. അപ്പോൾ അത് അത്യാവശ്യം നല്ലൊരു എമൗണ്ടും അങ്ങനെ പോയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പ്ലാൻ എന്താ അറിയോ, ഡയറക്റ്റ് നമ്മൾ ഇവിടുന്ന് ദിമാപൂർ ടു കൽക്കട്ട പോകും. കൽക്കട്ട പോയിട്ട് കൽക്കട്ടയിൽ നിന്ന് നമ്മൾ കൽക്കട്ട ടു ബാങ്കോങ് ഫ്ലൈറ്റ് പോകും. ഫ്ലൈറ്റ് കയറിയിട്ട് പിന്നെ തായ്ലൻഡിൽ നിന്ന് നമ്മൾ മ്യാൻമറിലേക്ക് ബൈ റോഡ് വരും. പിന്നെ മ്യാൻമറിൽ നിന്ന് നമ്മൾ ലാവോസിലേക്ക് ബൈ റോഡ് പോകും. പിന്നെ കംബോഡിയ, വിയറ്റ്നാം, ഇതൊക്കെ നമ്മൾ ബൈ റോഡ് തന്നെ ട്രാവൽ ചെയ്യും. അപ്പോൾ മ്യാൻമറിൽ എന്തായാലും എനിക്ക് പോയേ പറ്റൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പോകുന്നൊക്കെ പറഞ്ഞാണല്ലോ, പിന്നെ പോകാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഇതാണല്ലോ. എന്തായാലും നമ്മൾ നോക്കുക, എന്തായാലും പോകാൻ പറ്റും. എൻ്റെ കയ്യിൽ വിസയൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ റേഞ്ചിന് വേണ്ടിയിട്ടാട്ടോ ഇതിൻ്റെ ടോപ്പിൽ കയറി ട്രെയിനിലാട്ടോ. 24 hours യാത്ര ഉണ്ട് കൽക്കട്ടയ്ക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് മൊത്തം കൽക്കട്ട വരെ എത്തുന്ന കാര്യങ്ങളായിരിക്കും. ഓക്കെ, ഇറങ്ങുക കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഞാൻ എൻ്റെ കുറേ ഡ്രസ്സൊക്കെ വിടാം, അലക്കിട്ടേനി, അതൊക്കെ പോയി നോക്കട്ടെ. എൻ്റെ മെസ്സി ചേച്ചിയുടെ അവിടെ വീണ് എടുക്കണം. വലിയ കുഴപ്പമില്ലട്ടോ, ഏകദേശം ഉണങ്ങി. നല്ല വെയിലുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് താഴത്തുണ്ട്, അവിടെ മദ്രസ കുട്ടികളുണ്ട്. അതിന് മുമ്പ് കൂടെ പോകണം. എൻ്റെ ചടപ്പ് ഏച്ചപ്പോൾ വിടാം കേട്ടോ. ഡ്രസ്സിൻ്റെ തിരുമ്പാനൊക്കെ പറ്റും, അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട്, അതിനൊന്നും പ്രശ്നമില്ല. പിന്നെ തിരുമ്പലൊക്കെ ഓരോ വായത്തിലാണ് തിരുമ്പലാട്ടോ. കുറച്ചും ചേറും സ്മെല്ലും പോകുന്നവരെ. ഗൈസ്, അങ്ങനെ ഈ നാടും വിടുക കേട്ടോ. കുറച്ച് സന്തോഷം കുറച്ച് ദുഃഖവുമായിട്ട് നമ്മൾ ഈ നാട്ടിൽ നിന്ന് പോവുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം നമ്മുടെ ലൈഫിലുള്ള ആൾക്കാരും ഇതുപോലെ തന്നെ കേട്ടോ, ലൈഫിൽ വരുന്ന ആൾക്കാരും ഇതുപോലെ തന്നെ കേട്ടോ. അതായത് നമ്മളിപ്പോൾ യാത്ര പോകുമ്പോൾ ചില നാട്ടിൽ പോവുകയാണെങ്കിൽ ചെറിയൊരു സമയം മാത്രമേ നമ്മളവിടെ നിൽക്കൂ. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും. പിന്നെ ഒരു പോകാൻ നേരമാണ്, അത് നമ്മളെ കയ്യിൽ നിന്ന് പോകുന്ന സമയത്താണ് നമുക്ക് ആ ഒരു ഫീലിങ്സ് കിട്ടുക. അത് എത്രത്തോളം നമുക്കൊരു ഒരു ഇതാണെന്ന് മനസ്സിലാവുക. പറഞ്ഞാൽ മനസ്സിലാവുണ്ടല്ലോ, എനിക്ക് നല്ലോണം കറക്റ്റ് പറയാൻ കിട്ടായിട്ട് കേട്ടോ. ചെറിയ ക്യാമറ കണ്ടില്ലേ, ഭയങ്കര ഓട്ടം. ചോദിച്ചപ്പോൾ നീണ്ട 9 മണിക്കൂറിന് ശേഷം വണ്ടി വരാറായിട്ടുണ്ട് കേട്ടോ. ഈ സമയം ഏകദേശം 3:09. ഞാൻ ഉറങ്ങിയില്ല, അവിടെ വെയിറ്റിംഗ് റൂമിൽ പോയി കുറേ നേരം ഫോണിൽ കളിച്ച് കൂത്തിയിരുന്നു. ഇന്നലെ രാത്രി നല്ലോണം ഉറങ്ങിക്കുക, രാത്രിയും പകലൊക്കെ ആയിട്ട് നല്ലോണം ഉറങ്ങിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. എന്തായാലും ഇനി ഡ്രൈവർ ട്രെയിനിൽ കയറിയിട്ട് ഏകദേശം 6 മണിക്കൂർ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ഏകദേശം 10 മണി ആയിട്ടുണ്ട്, 10 മണിക്ക് അടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നാളെ രാവിലെ ഇവിടെ ഒരു 5:30 എങ്ങാനാണ് കൽക്കട്ട എത്തുക. അപ്പോൾ ഞാൻ നല്ലോണം കിടന്നുറങ്ങുകയൊക്കെ ചെയ്തിട്ടോ. RAC ആണ്, എന്നാലും വലിയ കുഴപ്പമില്ല. ചെക്കനോട് നല്ല കമ്പനി, അതിനെക്കൊണ്ട് കുഴപ്പമില്ല. ഞങ്ങൾ കഥയും പറഞ്ഞ് കുറേയൊക്കെ കഥ പറഞ്ഞ് കുറച്ച് കിടന്നുറങ്ങി. ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. 6 മണിയായിട്ടോ. ഏകദേശം എത്രയായി? 15 മണിക്കൂറായി ട്രെയിനിൽ തന്നെ. ഇനിയും പോകാണ്ട്. നല്ല രസമുണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ കാണാൻ. നമ്മളെ കേരളത്തിലേക്കാണൊക്കെ എത്രയോ മെച്ചപ്പെട്ടാന്ന് തോന്നുന്നു. കുറ്റം പറഞ്ഞല്ല, ഏകദേശം ഫീൽ ചെയ്യുന്നു.